കേരള സംസ്ഥാന നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF വിസ്മയകരമായ വിജയം കൈവരിക്കുമെന്നുള്ള UDFിൻ്റെ അവകാശവാദം സ്ഥിരീകരിക്കുന്ന പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം പോളിംഗിൽ പൊതുവെ ഉണ്ടായത്. പോളിംഗ് ശതമാനത്തിൽ വന്ന വർധനവും അതുപോലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണവും പരിശോധിച്ചാൽ ഏതാണ്ട് 100-ലധികം സീറ്റുകളോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഇടത് ജനാധിപത്യ മുന്നണി ശക്തമായ ഒരു അവകാശവാദം പോലും ഈ കാര്യത്തെ സംബന്ധിച്ച് ഉന്നയിക്കുന്നില്ല. സാധാരണയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് ഇപ്പോൾ കേരളത്തിൽ പോസ്റ്റ് പോൾ സിനാരിയോ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം CPM ക്യാമ്പുകളും LDF ക്യാമ്പുകളും പൂർണ്ണമായും നിശബ്ദമാണ്. അവർ പൂർണ്ണമായും നിരാശയിലാണ് എന്ന് മാത്രമല്ല, നല്ല ഭൂരിപക്ഷത്തോടുകൂടി തുടർഭരണം ലഭിക്കുമെന്ന് പറയാൻ ഒരൊറ്റ CPM നേതാവും LDF നേതാവും തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെ അതിശക്തമായ മുന്നേറ്റം UDF, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100-ൽ കുറയാത്ത സീറ്റിൽ ജയിക്കുമെന്നുള്ള UDFിൻ്റെ കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങൾ നടത്തുന്ന ക്യാമ്പയിൻ ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന മട്ടാണ്. ഒരു പ്രധാന രാഷ്ട്രീയം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വർഗീയവൽക്കരണത്തിനാണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ പരിശ്രമം നടത്തിയത്. ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തന്ത്രപരമായ രാഷ്ട്രീയ അടവ് നയമായിരുന്നു പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ കൈക്കൊണ്ടത്. ഒരു ഭാഗത്ത് BJPയും CPMും തമ്മിലുള്ള സീറ്റിൻ്റെ നീക്കുപോക്ക് രാഷ്ട്രീയവും, മറുഭാഗത്ത് SDPയെ പോലെയുള്ള ശക്തികളുടെ പിന്തുണയും, അങ്ങനെ ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഒരേപോലെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരടവ് നയം സ്വീകരിച്ചു എന്നുള്ളത് വസ്തുതാപരമായി വളരെ ബോധ്യപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കറിയാം, കുന്നത്തൂർ നിയോജക മണ്ഡലങ്ങളിൽ CPMൻ്റെ പ്രവർത്തകരും SDPI പ്രവർത്തകരുമൊക്കെ ഒരു മുന്നണിയിലെ കക്ഷികളെപ്പോലെ സഹകരിച്ചുകൊണ്ടാണ് വോട്ട് ക്യാൻവാസിംഗ് നടത്തിയത് കുന്നത്തൂർ നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലങ്ങളിൽ. അപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരേപോലെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തെയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയും വർഗീയവൽക്കരിക്കാൻ CPM നടത്തിയ ഏറ്റവും വില കുറഞ്ഞ ഹീനമായ അടവ് നയത്തെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അതിശക്തമായ ക്യാമ്പയിനിലൂടെ മതേതര കേരള ജനത കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി പ്രതികരിച്ചിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 3, BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കർണാടകം തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലുമൊക്കെ നടപ്പാക്കുന്ന സമ്പത്ത് കൊടുത്തും അതുപോലെ ആനുകൂല്യങ്ങൾ നൽകിയും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള BJPയുടെ നീക്കത്തിനും കനത്ത തിരിച്ചടി കേരളത്തിലെ ജനങ്ങൾ നൽകിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിൽ BJPക്ക് സ്വാധീനമുള്ള ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലൊക്കെ, കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലടക്കം അവർ ചെലവഴിച്ച തുക, സമ്പത്ത്, അത് ക്യാഷായും കൈൻഡായും വോട്ടർമാർക്ക് വിതരണം ചെയ്തുകൊണ്ട് ജനമനസ്സിനെ സ്വാധീനിക്കാൻ, വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമം, അതും കേരളത്തിൽ വിജയം കണ്ടില്ല എന്ന് വേണം പൊതുവായി വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ അത് പ്രത്യക്ഷമായി തന്നെ കോൺഗ്രസ് പ്രവർത്തകർ വീഡിയോ അടക്കം തെളിവായി പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും BJPക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ, കർണാടകമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട്, ഫണ്ടും പണവും അതുപോലെ മറ്റ് പല സാധനങ്ങളും നൽകി തെരഞ്ഞെടുപ്പിൽ ജനവിധി അട്ടിമറിക്കാൻ നടത്തുന്ന പരിശ്രമം കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ തന്നെ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സംസ്കാരത്തിൽ തന്നെ ഒരു പുതിയ അനുഭവം ആവർത്തിക്കാൻ അല്ലെങ്കിൽ പുതിയ അനുഭവം രൂപപ്പെടുത്താനാണ് BJP പരിശ്രമിച്ചത്. പക്ഷേ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരടങ്ങുന്ന രാഷ്ട്രീയ കേരളം അതിനെ അതിശക്തമായി വിയോജിച്ചു, അതിനെ നിരാകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അങ്ങനെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഒരു സംശയവും വേണ്ട, ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും അനിതര സാധാരണമായ മുന്നേറ്റത്തിന് വഴിതെളിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, 100-ൽ കുറയാത്ത സീറ്റ് കിട്ടി
കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ് സംസ്ഥാനത്ത് അധികാരത്തിൽ വരാനുള്ള സകല സാധ്യതയുമുണ്ട് എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആത്മവിശ്വാസം.